നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎമ്മിലെ നേതാക്കളെ കുരുക്കി ഇഡി. ഇങ്ങനെ ഒരു പണി വരുമെന്ന് അവർ ജന്മത്തെ വിചാരിച്ചിരിക്കില്ല. അത്തരത്തിലുള്ള ഒരു പണിയാണ് ഇഡി സിപിഎമ്മിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്ത് തട്ടിപ്പ് കാണിച്ചാലും കേസും കാര്യങ്ങളുമായി കുറച്ചു കാലം പുറകെ നടന്നാൽ എല്ലാവരും മറന്നോളും എന്ന് സിപിഎം നേതാക്കൾ ചിന്തിച്ചിടത്ത് നിന്നാണ് അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത തിരിച്ചടി നൽകാൻ ഇഡി ഒരുങ്ങുന്നത്. കരുവന്നൂരിൽ പാവപ്പെട്ടവന്റെ പണം എടുത്തിട്ട് കളിച്ചവരുടെ മുഴുവൻ സ്വത്തുക്കളും പിടിച്ചെടുക്കാനും അത് വിറ്റ് തട്ടിപ്പിനിരയായവരുടെ നഷ്ടം നികത്താനുമാണ് ഇഡി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ആർക്കും പണം നഷ്ടമാകില്ലെന്ന് സിപിഎം മാസങ്ങൾക്ക് മുമ്പേ നൽകിയ ഉറപ്പ് പാലിക്കാതെ ഇരിക്കുമ്പോഴാണ് ഇഡിയുടെ നീക്കം. വിചാരണ കാലയളവിൽ തന്നെ പ്രതികളുടെ സ്വത്ത് വിറ്റ് നഷ്ടം നികത്താൻ നിയമം അനുവദിക്കുന്നുണ്ട് എന്നാണ് ഇഡി കോടതിയെ അറിയിച്ചത്. ആരും ഒന്നും പേടിക്കേണ്ടതില്ല, ആരുടെയും പണം നഷ്ടമാവുകയുമില്ല. കരുവന്നൂർ ബാങ്ക് ക്രമക്കേടിൽ സിപിഎം ഉന്നത നേതാക്കൾ പ്രതിക്കൂട്ടിലായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിക്ഷേപകരെ ശാന്തരാക്കാൻ പറഞ്ഞ വാക്കുകളാണിത്. സഹകരണ ബാങ്കുകളുടെ സഹായത്തോടെ പണം നൽകാനായിരുന്നു പദ്ധതി. എന്നാൽ മാസം 7 കഴിഞ്ഞു, ഇതുവരെ ആയിട്ടും ബഹുഭൂരിപക്ഷത്തിനും പണം തിരികെ ലഭിച്ചില്ല. ഇതിനിടയിലാണ് ഇഡി പ്രതികളുടെ സ്വത്ത് വിറ്റ് പണം നൽകണം എന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നത്. ഒരു അന്വേഷണ ഏജൻസി ഇത്തരമൊരു സത്യവാങ്മൂലം കോടതിയിൽ നൽകുന്നത് അപൂർവമാണ്. PMA നിയമത്തിലെ പുതിയ ഭേദഗതി പ്രകാരം കേസിൽ പ്രതിയായവരുടെ സ്വത്ത് വിറ്റ് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കോടതി യഥാർത്ഥ നിക്ഷേപകരെ കണ്ടെത്തി ബോണ്ട് വാങ്ങി പണം നൽകാമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിക്ഷേപകർക്ക് നഷ്ടമായ പണം കുറ്റക്കാരിൽ നിന്ന് ഈടാക്കി തിരികെ ലഭിക്കാൻ ഉടൻ നടപടി ഉണ്ടാകും എന്ന് തൃശൂരിൽ പ്രധാനമന്ത്രി തന്നെ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇഡി കോടതിയിൽ ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി പ്രൊഫസർ TN സരസുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ അവർ കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള CPM സ്ഥാപനങ്ങൾ നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ച് പ്രധാനമന്ത്രിയോട് സംസാരിച്ചിരുന്നു. ഇതേ തുടർന്ന് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകളിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ ഈ ഉറപ്പിന്റെ ചുവട് പിടിച്ചാണ് ഇഡി ഇപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഒരാളാണ് പ്രതികളുടെ സ്വത്ത് വിറ്റ് പണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതെങ്കിലും പുതിയ സാഹചര്യത്തിൽ കൂടുതൽ പേർ കോടതിയിലെത്തും. കോടതിയും കാര്യത്തിൽ അനുകൂല നിലപാടെടുത്താൽ നിക്ഷേപകർക്ക് ഉടൻ പണം ലഭിക്കും. നിലവിൽ 108 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയിട്ടുണ്ട്. ബാങ്കിന്റെ യഥാർത്ഥ നഷ്ടം 300ഓളം കോടിയാണ്. എന്നാൽ എത്ര പേർക്ക് പ്രതികളുടെ സ്വത്ത് വിറ്റ് പണം നൽകാൻ കഴിയും എന്നതും വ്യക്തമല്ല. എത്ര പേർക്ക് പ്രതികളുടെ സ്വത്ത് വിറ്റ് തുക തിരികെ നൽകും എന്ന് വ്യക്തമല്ലെങ്കിലും എല്ലാ പ്രതികളുടെയും സ്വത്ത് വിൽക്കും എന്നതിൽ ഒരു സംശയവുമില്ല. പാവപ്പെട്ടവർ മക്കളുടെ കല്യാണത്തിനും രോഗചികിത്സയ്ക്കും മറ്റുമായി മാറ്റിവെച്ച തുകകൾ തട്ടിപ്പും വെട്ടിപ്പും നടത്തി സ്വന്തമാക്കിയവർ അത് സ്വയം വെച്ച് അനുഭവിക്കില്ല എന്ന് ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.